ഇത്രയൊക്കെ തന്നെ നമ്മളുള്ളൂ. അല്ല അതിലേക്ക് അത് അതെ അതെ നമ്മളിപ്പോൾ അതിലേക്ക് പോവുകയാണ്. ഇനിയൊന്നും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ഒന്നുമില്ലല്ലോ, ഇത്രേ ഉള്ളൂ. നമ്മൾ ചോദിക്കരുതെന്ന് എൻ്റെ അഭിപ്രായം. നമ്മൾ നിർത്തിക്കാളണോ ഇതെന്തിന്? ഓക്കെ 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 നല്ല കാര്യമാണ്. നിങ്ങൾ ചോദിക്കുമ്പോൾ ഒരു വിഷമാവണ്ട. ഇത് നമ്മളിവിടെ വെച്ചിട്ട് നമ്മൾ ഇതോട് കൂടി നിർത്തുകയാണ്. ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളായിട്ട് ചില എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അർജുൻ്റെ മാറ്റർ തീർന്ന്. ഇനി നമ്മളെന്താ പറഞ്ഞാൽ അർജുനെ എന്താ പറയുക നമ്മൾ മാർക്കറ്റ് ചെയ്യാനോ മറ്റുള്ളോ ഇല്ല. അർജുൻ ഈ ലോകത്തു നിന്ന് പോയി. പക്ഷെ നമ്മൾ അർജുനിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു വലിയൊരു പാഠങ്ങളുണ്ട്. അതുണ്ട്. അത് സമൂഹത്തിൽ എത്തിക്കേണ്ട ഒരു കടമ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അർജുൻ കഴിഞ്ഞ് ഇനി അടുത്തത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിച്ച പേഴ്സണൽ പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മളെ സ്ഥാപനവും വീടും ഇതിനൊക്കെ കുറേ ആൾ ഇപ്പം നമ്മൾ ആ കാര്യങ്ങൾ മാത്രമേ ഇനി ഉണ്ടാവുള്ളൂ. ഇനി അർജുൻ്റെ വിഷയം നമ്മളെ സംബന്ധിച്ചോളം കഴിഞ്ഞ്. ഇനി ദയവ് ചെയ്തിട്ട് ആരും എന്താ പറയുക അർജുൻ്റെ വിഷയത്തിൻ്റെ പേരിൽ ആ കുടുംബത്തിനെ ടാർഗറ്റ് ചെയ്യണ്ട. അവർ വിട്ടുകളാ എല്ലാവരും. നമുക്ക് ഇത് ഞാൻ 2 പ്രാവശ്യം അവർക്ക് വേണ്ടി മാപ്പ് പറഞ്ഞാണ്. ഇനിയും വേണമെങ്കിൽ അതെ നമ്മൾ ജനങ്ങളോട് അഭ്യർത്ഥിച്ചതാണ് 2 പ്രാവശ്യം മുന്നേ. ഇനിയിപ്പോൾ 3-മതോ 4-മതോ 5-മതോ അവർക്കും വേണ്ടിയിട്ട് ഇതാവാ. നമ്മളെ അർജുനല്ലേ, ആരും ആ കുടുംബത്തിന് ഇനി ആക്രമിക്കണ്ട. അത് അവർക്ക് എന്താ പറഞ്ഞാൽ ഒരെന്തെങ്കിലും പ്രയാസപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ സമൂഹം വീണ്ടും കുറ്റക്കാരാവും. ആ ഗണത്തിൽ നമ്മളെ ഫാമിലി പെടൂല. അപ്പോൾ പോവാം മതി. നമ്മൾ വിടൂല. ഇനി വിട്ടേക്ക്, അത് പോട്ടെ. ഓർക്ക് എന്തോ തോന്നി അത് ചെയ്തു പോയി. അതിനോട് സംസാരിച്ചു പോയി. അത് അതിൽ ചിലപ്പോൾ അതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടാവും ഓരെ കൊണ്ട് സംസാരിപ്പിച്ചത്. എന്തായിരിക്കും അതൊന്നും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവരാൽ അത് ഇതായി. ഹലോ ഇനി എന്താ ആക്രമിക്കരുത് സോഷ്യൽ മീഡിയകളിലും മറ്റും. അല്ല നമ്മളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ എന്താ പറയുക നിരപരാധികം മാപ്പ് പറയാൻ തയ്യാറാണ്. കഴിഞ്ഞ് എന്താ പറയുക ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് എന്താ പറയുക എൻ്റെ ശൈലി ഇങ്ങനെയാണ്, ഞാൻ സംസാരിക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ. അറിയില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിലും ഒരു പ്രശ്നമില്ല. ഇനി അങ്ങനെ എന്തുണ്ടെങ്കിലും നമ്മൾ നേരിടേണ്ടി ചെയ്യും. എല്ലാ വിഷയവും നമ്മൾ നല്ല ചങ്കൂറ്റത്തോടു കൂടി നേരിട്ടതല്ലേ. ഇപ്പൊ ഈ ഇങ്ങനെ വരികയാണെങ്കിലും നമ്മൾ നേരിടും. അല്ല അതിപ്പോ ഇനി ഒരു വിവാദത്തിലേക്ക് പോകണ്ട. അങ്ങനെ ഒരു ഘട്ടം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീണ്ടും രംഗത്തേക്ക് വരും. പിന്നിൽ ആളുകളുണ്ട്, അറിയായിട്ടൊന്നുമല്ല. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ദയവ് ചെയ്തിട്ട് ഇതിനെന്താക്കുക ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. നമുക്ക് ഈ ഒരു എന്താ പറയുക ഇത്ര സുന്ദരമായ ഒരു റെസ്ക്യൂ പ്രവർത്തനം ലോകത്തിന് മാതൃകയായത് നശിപ്പിക്കാൻ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണിത്. മൊത്തം എൻറ്റയർ കേരളം ഉണ്ടാക്കിയെടുത്ത ഒരു സൗഹാർദ്ദം. അത് ആരും നശിപ്പിക്കരുത്, അത്രേ ഉള്ളൂ. നമ്മൾ ഈ പറഞ്ഞത് തന്നെ കുടുംബത്തിന് ചീത്ത പറയാൻ വേണ്ടിയിട്ടുള്ള വിഷയങ്ങളെല്ലാം ആരും തന്നെ യൂട്യൂബേഴ്സും കാര്യങ്ങളും എന്ത് ചെയ്യണ്ട, അതിൽ അടിക്കുറിപ്പൊന്നും ഇടാൻ വേണ്ടിയിട്ട് പറയല്ല. നിങ്ങളത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്കും നന്മ ഉണ്ടാവട്ടെ, ഞങ്ങൾക്കും ഉണ്ടാവട്ടെ. കേട്ട് നിന്നവർക്കും ഇതിൽ നിന്ന് എന്തെങ്കിലും ഉൾക്കൊണ്ടവരുണ്ടല്ലോ. ഈ ഒരു സംഭവത്തിൽ പല ആൾക്കാരും പലതും ഉൾക്കൊണ്ടുണ്ട്. നമ്മളൊക്കെ തന്നെ നമ്മളെ ബ്രദേഴ്സിനൊക്കെ എത്രയോ വീഡിയോസും വന്നിട്ടുണ്ട്. അതിൽ നിന്ന് എല്ലാവരും ഉൾക്കൊള്ളുക. എന്താണ് അവന് ചെയ്യാൻ പറ്റുന്നത് അവൻ്റെ ആ സാഹചര്യം ചെയ്യാമെന്നാണ് നമുക്ക് കൊടുക്കാനുള്ള പാഠം. അത്രേ ഉള്ളൂ.